Good morning, students. Today we are going to discuss profitability ratios. We know the ultimate aim of any business is to earn maximum profit. We have already learned that profit is the lifeblood of every business. Okay, profit is the engine that drives a business enterprise. And to the management, profit is a measure of efficiency and control. And to the owners, it is a measure of worth of their investment. And to the creditors, it is the margin of safety. So we can say that profit is very essential for the survival and existence of any business concern. The term profitability refers to the ability of a firm to earn income. The profitability of a firm can be easily measured by its profitability ratio. Okay, profitability means the ability of a firm to earn income. Okay, so the income earning capacity or the profitability of a firm can be easily measured by applying or by calculating the profitability ratios. And mainly there are two types of profitability ratios. Profitability ratio based on sales and second category is profitability ratio based on investment. Okay. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് profitability ratio based on sales ആണ്. These are general profitability ratios and these are calculated on the basis of sales. Okay. And important general profitability ratios are gross profit ratio, net profit ratio, operating ratio, expenses ratio. ഇതൊക്കെയാണ് which is related with the sales. Net salesമായി കണക്ട് ചെയ്ത് വരുന്ന റേഷ്യോ ആണ് എന്ന് പറയുന്നത് profitability ratio based on sales. Okay. And firstly we are discussing gross profit ratio. What is gross profit ratio? Gross profit ratio is the ratio of gross profit to sales. Okay. Gross profitഉം സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രോസ് മാർജിൻ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ മറ്റൊരു പേരാണ് ഗ്രോസ് മാർജിൻ. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇതിൽ രണ്ട് കോമ്പോണൻസ് ആണുള്ളത്, ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും. അപ്പം നെറ്റ് സെയിൽസ് എങ്ങനെയാണ് കാണുക? നിങ്ങൾക്കറിയാലോ, ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. ഓക്കെ, ഗ്രോസ് സെയിൽസ് മീൻസ് എന്താണ്? ടോട്ടൽ സെയിൽസിനെയാണ് എന്താണെന്ന് പറയാം? ഗ്രോസ് സെയിൽസ് എന്ന് പറയാം. ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിലും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സെയിൽസിനെയാണ് ഗ്രോസ് സെയിൽസ് എന്ന് പറയാം. അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് സെയിൽസ്. ഓക്കെ, ഇനി ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടും? നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അറിയാവുന്നതാണ്. ഓക്കെ, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നെറ്റ് സെയിൽസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഒന്നുകൂടെ പറയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ടു മെഷർ ദി എഫിഷ്യൻസി വിത്ത് വിച്ച് എ ഫേം പ്രൊഡ്യൂസസ് ഇറ്റ്സ് പ്രോഡക്ട്സ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി സെല്ലിംഗ് പ്രൈസ്, ടു അനലൈസ് ദ റീസൺ ഓഫ് സിഗ്നിഫിക്കൻസ് വേരിയേഷൻസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻ വേരിയസ് ഇയേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ടു മെഷർ ദി എഫിഷ്യൻസി വിത്ത് വിച്ച് എ ഫേം പ്രൊഡ്യൂസസ് ഇറ്റ്സ് പ്രോഡക്ട്സ്. എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഒരു ഫേം അതിൻ്റെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടാണ് എന്ത് നടക്കുക? സെയിൽസ് നടക്കുക. സെയിൽസിന് അനുപാതികമായിട്ടാണ് എന്തുണ്ടാവുക? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു എഫിഷ്യൻസി മെഷർ ചെയ്യാന്നുള്ളതാണ് ബേസിക് പർപ്പസ്. പിന്നെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനും നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ
ടു അനലൈസ് ദ റീസൺ ഓഫ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻസ്. ഇപ്പോൾ ഒരു വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നെക്സ്റ്റ് ഇയറിലെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യാണ്. കമ്പാരിസന് വേണ്ടിയിട്ട് വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ ഈ റേഷ്യോസ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 20 to 25%. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. 20-25 എന്നൊക്കെ പറയുന്ന ഒരു റേഷ്യോ ഒക്കെ ഒരു ഐഡിയൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡിംഗ് കൺസേണിലാണ് ഈ ഒരു റേഷ്യോ കൂടുതൽ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ഓർ ട്രേഡിംഗ് ഓപ്പറേഷൻസ്. പ്രൊഡക്ഷൻ്റെയോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഓപ്പറേഷൻസിൻ്റെയോ എഫിഷ്യൻസിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണിക്കുന്നത്. ഇറ്റ് മെഷേഴ്സ് ദി മാർജിൻ ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ഓൺ സെയിൽസ്. ഓക്കെ, അപ്പോൾ സെയിൽസിൻ്റെ മുകളിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് മാർജിന് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മെ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പറഞ്ഞത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ? ഓപ്പറേറ്റിംഗ് റേഷ്യോ എക്സ്പ്രസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നു. That means it indicates the overall efficiency in operating the business. ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ എഫിഷ്യൻസി, ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഓവറോൾ എഫിഷ്യൻസിനെ കാണിക്കുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ, വിച്ച് എക്സ്പ്രസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇത് രണ്ടും കൂടി ചേർന്നാലാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആവുള്ളൂ. സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റും നെറ്റ് സെയിൽസ്, മറ്റൊരു കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? നെറ്റ് സെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നെറ്റ് സെയിൽസ് എങ്ങനെയാണ് കാണാമെന്ന് നിങ്ങൾക്കറിയാലോ, ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കാണാമെന്നും നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് കൂടി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ സാധാരണയായിട്ട് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അതിലെന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് വരും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് വരും, ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടൈം ലോൺസ്, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട്, അലൗഡ് എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ. അപ്പോൾ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ഫോർ ഷോർട്ട് ടൈം ലോൺസ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ എക്സ്പെൻസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടൈം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇറ്റ് വിൽ നോട്ട് ബി ഇൻക്ലൂഡ് ഇൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ലോങ് ടൈം ലോൺസിൻ്റെയും ഡിബഞ്ചറിൻ്റെയും മുകളിലുള്ള ഇൻട്രസ്റ്റ്, അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ എക്സ്പെൻസസ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. എന്തുമാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ? ഷോർട്ട് ടൈം ലോൺസിൻ്റെയും മുകളിലുള്ള ഇൻട്രസ്റ്റ് മാത്രമേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ.